എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റു. 6 മണിക്കാണ് എഴുന്നേറ്റത്. അതിനുശേഷം ആമയെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. കുറച്ച് നേരം നമ്മുടെ മുറ്റത്തൊക്കെ ഒന്ന് നോക്കി നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് മോളെ കൊണ്ട് വിട്ടിട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. രാവിലെ ആമയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് വിടുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് കൂട്ടിന് ആരെങ്കിലും എപ്പോഴും വേണം. ഹസ്ബൻഡ് വന്നതിന് ശേഷമാണ് പകലും ഉച്ചക്കലത്തെ ലഞ്ചും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ന്യൂസിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ന്യൂസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് രാവിലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സമയം കിട്ടി. അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യും. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം എഡിറ്റ് ചെയ്യും. പിന്നെ നൈറ്റ് ഞാനങ്ങനെ ഫോൺ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ 2-3 ദിവസം കൊണ്ടായിരിക്കും ഒരു വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് വോയിസ് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ തമ്പനെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നമ്മുടെ ഈ തിരക്കിനിടയിൽ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. ഒരു ദിവസം കൊണ്ട് മുഴുവനായിട്ടൊരു വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് തീർക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റാറില്ല. അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ കുറച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ വന്നിട്ട് തലയൊക്കെ ഒന്ന് നന്നായിട്ട് ഒതുക്കി കെട്ടിയതിന് ശേഷം നമ്മുടെ ബാൽക്കണിയിലെ ചെടികൾക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വെയിലായ കാരണം കൊണ്ട് രാവിലെയും വൈകുന്നേരവും ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ 10 മണിയൊക്കെ പൂവിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെടികളിലാണെന്നുണ്ടെങ്കിൽ ഈ അടുത്തിടെയായിട്ട് കുറച്ച് ഉറുമ്പിൻ്റെ ശല്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെടികളിൽ ഉറുമ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഉറുമ്പ് പൊടി ഇടാനായിട്ട് പറ്റില്ലല്ലോ, ചെടികൾ അത് കേടായി പോകത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അതായത് നാച്ചുറലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. എനിക്കങ്ങനെ മറ്റുള്ള മരുന്നുകളൊന്നും തളിക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ടെറസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ടെറസിലെ ചെടികളും അത്യാവശ്യം ഫ്രഷായിട്ട് നിൽപ്പുണ്ട്. എന്നാലും നമുക്ക് രാവിലെയും വൈകുന്നേരം ചെടികൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നതും. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ടെറസിലൊക്കെ ഒന്ന് കയറി ബാൽക്കണിയിലൊക്കെ ഒന്ന് നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ടൊന്ന് മൈൻഡൊന്ന് റിലാക്സ്ഡ് ആവും. അങ്ങനെ നോക്കിയപ്പോഴത്തേനുണ്ട് നമ്മുടെ പാവയ്ക്കൊക്കെ കുറച്ച് വലുതായിട്ട് നിൽപ്പുണ്ട്. കുറേ പൂക്കൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പുതിന ചെടി ഉണ്ടല്ലോ, ഇത് ഞാൻ കുറേ തണ്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. ഇപ്പോൾ 2 എണ്ണമാണ് പൊടിച്ച് കിട്ടിയിട്ടുള്ളത്. എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. പുതിന നമ്മൾ കുറേ വെച്ചിട്ടുണ്ടെങ്കിലും 1-2 മാത്രമാണ് പിടിച്ച് കിട്ടാറുള്ളത്. അങ്ങനെ ഞാൻ ചെടികളെയൊക്കെ ഒന്ന് നോക്കി നിന്നിട്ട് കുറേ നേരം ഇവിടെ നിന്ന് നിന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഇവിടെയൊക്കെ ഒന്ന് നടന്നതിന് ശേഷമാണ് കേട്ടോ താഴേക്ക് പോവുള്ളൂ. അപ്പോൾ ഞാൻ ഡെയിലി നിങ്ങൾക്കറിയാമല്ലോ, സ്ഥിരം നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാമല്ലോ, രാവിലെയും വൈകുന്നേരവും കുറച്ച് നേരം 1 മണിക്കൂർ അല്ലെങ്കിൽ 1/4 മണിക്കൂറെങ്കിലും മിനിമം ഞാൻ ടെറസിൽ കാണും. അപ്പോൾ ഈ ഒരു ചെടിയുണ്ടല്ലോ, ഇതൊരു കാട്ടുചെടിയാണ്. ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു വെള്ളപ്പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ ബോഗൺവില്ല ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയ പൂക്കൾ പോലെ നിൽക്കും. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഒരു വള്ളിച്ചെടിയാണ് അത്, കാട്ടുചെടിയാണ്. പിന്നെ ഞാൻ അതിൻ്റെ പൂക്കളുടെ ഭംഗി കാരണം കൊണ്ടാണ് പറിച്ച് കളയാത്തത്. രാവിലെ തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നന്നായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട് സമയം. ലേറ്റായിട്ടാണ് ഞാൻ നടക്കാനായിട്ട് വരുന്നത്. എന്നാലും നമുക്കൊക്കെ സമയം കിട്ടുന്നതിനനുസരിച്ചല്ലേ ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ കുറേ നേരം ഇവിടെ ടെറസിലേക്ക് നടന്നിട്ടുണ്ട്. ഒരു 5-6 റൗണ്ടെങ്കിലും നടക്കും. ഒന്നും ആവത്തില്ല എന്നറിയാം. എന്നാലും വെയിലായ കാരണം കൊണ്ട് കുറേ നേരം നടക്കുമ്പോഴത്തേനും ഇല്ലേ ഭയങ്കരമായിട്ട് വിയർക്കും. പിന്നെ എനിക്ക് താഴേക്ക് വന്നിട്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് സമയം ഇവിടെ നിൽക്കാനും പറ്റില്ല. മാക്സിമം ഒരു 4-5 റൗണ്ടെങ്കിലും ഒന്ന് നടന്നതിന് ശേഷം താഴേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ വന്നിട്ട് വിളക്കൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. പിന്നെ നമ്മുടെ പൂജാ ഷെൽഫ് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. മാസത്തിൽ ഒരു തവണയാണ് ഞാൻ സാധാരണ ക്ലീൻ ചെയ്യാറുള്ളത്. ഇതിപ്പോൾ 2 ആഴ്ച മുന്നേ ഞാൻ ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഒന്നും കൂടി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് മാറാല കെട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിനുള്ളിലെ പൂജാ ഷെൽഫ് ആണെങ്കിലും പൂജാ റൂമാണെങ്കിലും അങ്ങനെ ചിലന്തി വല കെട്ടുന്നത് നല്ലതല്ല എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇത് ക്ലീൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ എൻ്റെ അടുത്താണെങ്കിൽ കുറേ അധികം ഫോട്ടോസൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പനിനീർ യൂസ് ചെയ്തിട്ടാണ് തളിക്കുന്നത്. റോസ് വാട്ടറില്ലേ, ആ ഒരു സംഭവം.
പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു സംഭവമല്ലേ, ഇത് ഞങ്ങൾ ഒരിക്കൽ കന്യാകുമാരിയിൽ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നാട്ടിലൊക്കെ ആയിരുന്ന സമയത്തൊന്നും ഒരുപാട് ഫോട്ടോസൊന്നും വെച്ചിട്ടൊന്നും അല്ല ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് വയ്ക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ അടുത്ത വീട്ടിലെ ആൻറ്റിയുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഫോട്ടോസ് വെച്ച് വിളക്ക് വയ്ക്കുന്നത് കണ്ടപ്പോഴത്തേക്കും എനിക്കൊരാഗ്രഹം തോന്നി, അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഈ ഇടയ്ക്കായിട്ട് നവരാത്രിയുടെ ആ ഒരു സമയത്ത് മേടിച്ചിട്ടുള്ള ഗണപതിയും സരസ്വതി ദേവിയും ലക്ഷ്മി ദേവിയും കൂടെ ഉള്ളൊരു ഫോട്ടോയാണ് പൂജാ റൂമിൽ റീസെൻ്റായിട്ട് മേടിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാനെപ്പോഴും പൂജാ ഷെൽഫിൽ ഇതുപോലെ അരി ഇട്ട് വെക്കാറുണ്ട് ഒരു ചെറിയൊരു പ്ലേറ്റിൽ. അപ്പോൾ അരിയും അതിൻ്റെ മേലെ കുറച്ച് നാണയത്തുട്ടുകളും പിന്നെ ഒരു നോട്ടും കൂടി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മുടെ പൂജാ റൂമിൽ ഈ ഒരു കണ്ണാടി വെച്ചിട്ട് അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് പൈസയും അരിമണിയും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പുഴുക്കലരിയോ ചെമ്പാവരിയോ എന്തരി വേണമെങ്കിലും എടുക്കാം, പച്ചരി വേണമെങ്കിൽ അതും എടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലെപ്പോഴും ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാനും പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനും ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് വിശ്വാസം. ഞാനിത് കുറേ നാളായിട്ട് ഇങ്ങനെ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അരി ഒന്ന് പൂത്ത് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് മാറ്റിയതിന് ശേഷം പുതിയ അരി വെച്ച് കൊടുക്കണം. പിന്നെ നാണയത്തൊട്ടുകളിൽ അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ അനുസരിച്ച് ഇതിലേക്ക് കൊണ്ടുവച്ച് കൊടുക്കാം കേട്ടോ. അരിയുടെ മേലെ തന്നെ ഇടണമെന്നില്ല, വേറൊരു സെപ്പറേറ്റ് പ്ലേറ്റിനകത്താക്കിയിട്ട് വേണമെങ്കിൽ പൈസ ഇട്ട് വെച്ചേക്കാം. ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ്, ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല, ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണല്ലോ, അങ്ങനെയാണ്. പിന്നെ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് മേടിച്ചിട്ടുള്ളത് ഈ ഒരു മഞ്ഞ കളറുള്ള പഞ്ഞിത്തിരിയാണ്. ഇത് നല്ല കുറച്ചും കൂടി കുറേ നേരം നിന്ന് കത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഈ മഞ്ഞത്തിരി ഇതിൻ്റെ വൈറ്റ് കളറാണ് നേരത്തെ നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മഞ്ഞത്തിരിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പൂജാ സാധനങ്ങളെല്ലാം നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ മേടിക്കുന്നത്. എവിടെ നിന്നാണ് ഈ പൂജാ സാധനങ്ങളൊക്കെ മേടിക്കുന്നതെന്ന് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഷെൽഫിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനിൽ കുറച്ച് ഡെക്കോർ ഐറ്റംസും പിന്നെ പ്ലേറ്റ്സും തട്ടങ്ങളും പിന്നെ കോലം മാവും കല്ലുപ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കും. തൊട്ട് മേലത്തെ ഷെൽഫിലാണ് വിളക്ക് തിരി, വിളക്കെണ്ണ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്നത്, ചന്ദനത്തിരി, തീപ്പെട്ടി, അതൊക്കെ. ഏറ്റവും മേലെ നമ്മൾ വിളക്ക് കത്തിക്കും. 3 ഷെൽഫായിട്ടാണിത് തിരിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ചിപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ചിപ്പിക്ക് ഹായ്. അപ്പോൾ ഞാൻ കമൻറ്റിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ ഞാനത് പറയണമെന്ന് വിചാരിക്കും കേട്ടോ, മറന്നു പോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബെറ്റി ജോൺ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സബ്സ്ക്രൈബറാണ്. പുള്ളിക്കാരി എപ്പോഴും പറയാറുണ്ട് എൻ്റെ ശബ്ദം ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ ശബ്ദം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ ഈ സപ്പോർട്ടിനൊക്കെ. പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു Q&A പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടുന്ന ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും കമൻറ്റ് ചെയ്ത് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചോദിച്ചാൽ മതി. നമ്മൾ Q&A ചെയ്യുമ്പോഴത്തേക്കും അതിൽ ആൻസർ പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ആമി വന്നപ്പോഴത്തേക്കും ഞാനൊരു സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു അതിലൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം. ഇപ്പം ഞാനൊരു സ്നോമാനെയാണ് ഉണ്ടാക്കുന്നത്. ഞാനിത് യൂട്യൂബിൽ നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സൂര്യ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ, അവളാണ് എന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ആളെന്ന് പറയുന്നത്. അപ്പോൾ സ്നോമാൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെയും ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. ആദ്യം ഒരെണ്ണം ഉണ്ടാക്കി നോക്കി, അത് വലിയതായിട്ട് അങ്ങനെ ശരിയായിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടി നല്ലൊരു ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോട്ടൺ ഇല്ലേ, പഞ്ഞി, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറിയൊരു ബോൾ ഉരുട്ടിയിട്ട് തലയ്ക്ക് വേണ്ടിയിട്ടുള്ള പോർഷനും പിന്നെ കുറച്ചും കൂടി ഒരു ഓവൽ ഷേപ്പിൽ ഒന്ന് ചുരുട്ടിയെടുത്തതിന് ശേഷം അതിനെ നമ്മൾ അതിൻ്റെ ബോഡിയുടെ പാർട്ടായിട്ടും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് ശേഷം ഇതിൻ്റെ കഴുത്തിലൊരു ഇത് സെറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡ് കളറിലുള്ളൊരു പേപ്പർ ഉണ്ടല്ലോ, അത് ക്രാഫ്റ്റ് പേപ്പർ ഞാനിങ്ങനെ കട്ട് ചെയ്ത് ടൈ പോലെ ഇങ്ങനെ കെട്ടി വെച്ചു. പിന്നെ തലയ്ക്ക് മേലെ വെക്കാനുള്ളൊരു തൊപ്പി, അത് ഒരു കോൺ ഷേപ്പിൽ നമ്മളിങ്ങനെ മടക്കി എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ തലയ്ക്ക് മേലെ വെച്ച് കൊടുത്തു. അതേപോലത്തെ ഒരു കോൺ തന്നെയാണ് ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് മൂക്കിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ സ്നോമാൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എനിക്കങ്ങനെ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഇതൊന്നും ഇല്ല കേട്ടോ. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിന് കണ്ണും മൂക്ക് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വായൊക്കെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ഫാബ്രിക് പെയിൻ്റ് ഉണ്ടല്ലോ, ആമിയുടെ പെയിൻ്റാണ് ഞാനത് വെച്ച് കൊടുത്തു.
പിന്നെ അതിൻ്റെ താഴത്തെ പോർഷനിൽ 3 ഡോട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നോമാന് കൈയും കാലും വേണമെന്നുണ്ടെങ്കിൽ വരച്ച് കൊടുക്കാം. ഞാനത് വരച്ചിട്ടില്ല കേട്ടോ. ഇത്രയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് ഒരു ഓറഞ്ച് കളറിലുള്ളത് വെച്ചിട്ടാണ്. പക്ഷേ അത് അത്രത്തോളം അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ഷേപ്പ് കറക്റ്റായിട്ട് വന്നത് ഇന്നിപ്പോൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ വീഡിയോയിൽ ചെയ്തേക്കുന്നത് പോലെ നോക്കി അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഷെയർ ചെയ്തേക്കാമെന്ന്. 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന വീഡിയോ ചെയ്യണേന്ന്. പിന്നെ ഇന്ന് ഉച്ചക്കലത്തെ ലഞ്ചിന് ഞങ്ങൾ പുറത്തുനിന്നാണ് ഭക്ഷണം മേടിച്ചത്. ഇന്ന് ആമി ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. സാറ്റർഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആമി ഇന്ന് നേരത്തെ സ്കൂൾ വിട്ട് വന്നു. പിന്നെ വൈകുന്നേരം ആമിയെ ട്യൂഷന് വിട്ടിട്ടുണ്ട്. സാറ്റർഡേ സൺഡേ ആണ് അവൾക്ക് ട്യൂഷൻ ഉള്ളത്. അങ്ങനെ ആമി ട്യൂഷന് പോയ സമയത്ത് എന്നോട് പറഞ്ഞത് കേക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാല്, നല്ല കട്ടിയുള്ള പാൽ, ഇവിടുത്തെ ഓറഞ്ച് പാലാണ്, ഓറഞ്ച് കവറിലുള്ള പാലാണ്, അതാണ് നല്ല കട്ടിയുള്ള പാല്, ഫുൾ ഫാറ്റ് മിൽക്ക്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കി, ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ചിട്ടില്ല, തിളച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഓഫാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ സെറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇത്. കേക്കിൻ്റെ ട്രേ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ട്രേ തന്നെ എടുക്കണം. ഈ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു സാധനത്തിനും വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാകാനായിട്ട് പാടില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ ബട്ടർ പേപ്പർ നമ്മളുടെ അടുത്ത് ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു വൈറ്റ് പേപ്പറുള്ള ബുക്കിൽ നിന്ന് പേപ്പർ വലിച്ചു കയറി നമ്മൾ ഈ ഒരു ട്രേയുടെ അളവിന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം പേപ്പർ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഈ പേപ്പർ അകത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, റിഫൈൻഡ് ഓയിലാണ് എടുക്കേണ്ടത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ അതൊന്നും എടുക്കരുത് കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞത്. പലർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്. പിന്നെ നമ്മളടുത്ത് കുക്കറിലാണ് ഇത് ചെയ്യുന്നത്. കുക്കർ അതിന് വേണ്ടിയിട്ട് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു റിങ്ങും കൂടി വെച്ച് കൊടുത്തിട്ട് കുക്കറിൽ വാഷറും വിസിലും ഒന്നും ഇടാതെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്നതിനിടയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വലിയ കപ്പിലാണ് അളന്നെടുക്കുന്നത് മാവ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 4-5 കപ്പ് ഉണ്ടായിരുന്നു. ഞാനിത് ഓൺലൈനിൽ നിന്ന് മീഷോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ലിങ്ക് ഞാൻ തന്നേക്കാം. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി. എല്ലാത്തിലും ഉണ്ട് ഇങ്ങനത്തെ മെഷറിംഗ് കപ്പൊക്കെ. അപ്പോൾ വലിയ കപ്പിൽ 1 കപ്പ് മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറുമാണ് എടുത്തിട്ടുള്ളത്. പഴയതൊന്നും യൂസ് ചെയ്യരുത്, പുതിയത് തന്നെ മേടിച്ചിട്ട് എപ്പോഴും കേക്ക് ഉണ്ടാക്കുക. ഒരുപാട് നാളത്തെ പഴക്കമുള്ളതാണെന്നുണ്ടെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല, ടേസ്റ്റൊക്കെ വ്യത്യാസം വരും. ഇനി ഇതിലേക്ക് ചേർക്കുന്ന അളവെന്ന് പറയുന്നത് 1 കപ്പ് മൈദാ മാവിന് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അളവ് ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയും, മൈദാമാവും അതുപോലെ തന്നെ ഈ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഇതൊന്ന് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിനിയിപ്പോൾ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ല ഉണങ്ങിയൊരു മിക്സിയുടെ ജാർ എടുത്തു. അതിലേക്ക് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ട ഫ്രിഡ്ജിലൊന്നും വെച്ചതല്ല, പുറത്ത് വെച്ച് നല്ലതായിട്ട് തണുപ്പെല്ലാം പോയതായിരിക്കണം. നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ രാവിലെ എടുത്ത് വെച്ചേക്കണം, അല്ലെങ്കിൽ തലേ ദിവസം പുറത്ത് വെച്ചേക്കണം. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മളിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഞാൻ പറഞ്ഞില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് വാനില എസൻസാണ് ഒഴിച്ചു കൊടുത്തത്. ഞാനിതിലേക്ക് ഓറഞ്ച് എസൻസാണ് ആദ്യം ചേർക്കാനായിട്ടിരുന്നത്. പിന്നെ എൻ്റെ അടുത്ത് പൈനാപ്പിളും ഉണ്ട്, ഓറഞ്ചും ഉണ്ട്, വാനിലയും ഉണ്ട്. അപ്പോൾ ആമിക്ക് വാനില മതി എന്ന് പറഞ്ഞു, വാനില കേക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് വാനില എസൻസ് 1 അടപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ബാക്ക് പൾസ് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിർത്തിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണേ. ഒരുപാട് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ടിട്ട് അടിക്കണ്ട. ബാക്കിലോട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടും. മുട്ടയുടെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്കിൽ ഭയങ്കരമായിട്ട് മുട്ടയുടെ സ്മെല്ല് വരും.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി പാല് ചൂടാക്കിയിട്ട് തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പാല് തണുപ്പ് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അരക്കപ്പോളം പാൽ ഒഴിച്ചിട്ട് നമ്മൾ മുട്ടയുടെ മിക്സിലേക്കിട്ട് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഷുഗർ ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഷുഗർ ഞാൻ വേറൊരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് എടുത്തിട്ട് നന്നായിട്ട് പൗഡർ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഷുഗർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അത് ഒരു ബീറ്റൊന്ന് ചെയ്തെടുത്താൽ മതി മിക്സിയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു മൈദയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ മിക്സിയുടെ ജാറിലുള്ള പാലിൻ്റെ മിശ്രിതം അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. പിന്നെ മുന്നേയൊക്കെ ആണെങ്കിൽ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറേയൊക്കെ കോൺഷ്യസ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ചൊന്ന് ശീലമായി. അതുകൊണ്ട് വലിയ കൺഫ്യൂഷൻ അതാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബാറ്ററിൽ നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് കറക്റ്റായിട്ട് തികയാതെ വരുവാണെന്നല്ല, അതായത് ഈ പാലിൻ്റെ മുട്ടയുടെ മിശ്രിതം ശരിയായില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡീഷണലായിട്ട് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഇതൊരു സ്പോഞ്ച് കേക്കാണ്, വാനില കേക്കാണ്, ടീ കേക്ക് എന്ന് പറയും. അപ്പോൾ കുറച്ചൊന്ന് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാല് നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ കൊണ്ടുവന്ന് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. കുക്കർ പ്രീ ഹീറ്റായിട്ട് കിടപ്പുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ബാറ്റർ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിരുന്നാൽ മതി. ഒരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ ബേക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഫോർക്കോ സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും, ഞാനിപ്പോൾ പപ്പടം കുത്തി വെച്ചിട്ടൊന്ന് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ മാവൊന്നും വന്നിട്ടില്ല, ഒട്ടിപ്പിടിക്കലൊന്നും ഇല്ലായിരുന്നു. ഞാനിതിൻ്റെ ഇടയിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കാണ് കേക്ക് റെഡി ആയിട്ടുള്ളത്. അങ്ങനെ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിനി കട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇടയിൽ ആമി ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആമി ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുറേ നാളായിട്ട് ചോദിക്കുന്നതാണല്ലോ അവൾ. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് പഠിച്ചത് കൊറോണ സമയത്ത്. ആ ഒരു ടൈമിൽ എല്ലാവരും വീട്ടിലിരുന്നിട്ട് യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചില്ലേ, ആ ഒരു ടൈമിൽ തന്നെയാണ് ഞാനും ചെയ്യാനായിട്ട് പഠിച്ചത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് സീസൺ വരുമ്പോഴാണ് ഞാൻ കൂടുതൽ ഇത് ചെയ്യുന്നതെന്ന് അവൾക്കറിയാം. കുറേ ദിവസമായിട്ട് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമ്മൾ ചേർത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് അളവാണ്. അതുകൊണ്ട് തന്നെ വേറെ ഒരു മുട്ടയുടെയൊന്നും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അളവ് ഞാൻ കൃത്യമായിട്ട് ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ നന്നായിട്ട് കേക്ക് തണുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് ബോക്സിനകത്തിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇപ്പോൾ നേരെ കൊണ്ടുപോയി വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും മതി. അടുത്ത ദിവസത്തേക്കും കൂടി നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ തന്നെ ആമി കഴിച്ചൊക്കെ തീർക്കും, കുറേയൊക്കെ നമ്മൾ കഴിച്ച് തീർക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്ത് ബോക്സിലേക്ക് മാറ്റേണ്ടത്. ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഈർപ്പം നിന്നിട്ട് കേക്ക് പെട്ടെന്ന് കേടായി പോകും കേട്ടോ. അപ്പോൾ ഇതൊന്ന് പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് ഒന്നുകിൽ അപ്പോൾ തന്നെ സെർവ് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയോ അല്ലെങ്കിൽ പുറത്ത് വയ്ക്കുകയൊക്കെ ചെയ്യാം. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.